മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ആലോചന നമ്മുടെ ഹൃദയത്തിന് ബലമായി ഉറപ്പായി തീരത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന ദൈവശക്തി പകരപ്പെടുന്ന ദൈവകൃപ ധാരാളമായി അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 38 അധ്യായം 41 വാക്യം. കാക്ക കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നവനാര്? വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തവും ആഴമായി ഇടപെടുന്ന ചില ദൂതുകൾ. ഈ വാക്യം നമുക്ക് വായിക്കും വളരെ ശ്രദ്ധേയമാണ്. കാക്ക കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുന്നത് ആരാണ്? ഇവിടെ വചനം പറയുന്നു കാക്ക കുഞ്ഞുങ്ങൾ. ഒരു വിചിത്രമായി തോന്നാം, എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ആ ദൂത് ഇടപെടുക. ഒരു ബലഹീനമായ ഒരു അനുഭവത്തെ കാണിക്കുകയല്ലേ കാക്ക കുഞ്ഞുങ്ങൾ. പ്രാപിക്കാൻ പറ്റാതെ, കടന്നു പോകാൻ ചെല്ലാൻ കഴിയാതെ, നേടിയെടുക്കാൻ കഴിയാതെ ഒരു ബലഹീനത അതിനകത്തുണ്ട്. സ്വയമായി പ്രാപിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അതിനകത്ത് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നിലവിളിക്കുക. ആരോട് നിലവിളിക്കുന്നു? വചനം പറയുന്നു ദൈവത്തോട്, സൃഷ്ടാവിനോട് നിലവിളിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാ ഹൃദയത്തെ തൊട്ട് ദൂതിടപെടുക. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. ബലഹീനമായ അനുഭവം, പ്രാപിക്കാൻ പറ്റത്തില്ല, ചെയ്തെടുക്കാൻ പറ്റത്തില്ല, നേടിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്രകാരം അവസ്ഥകൾ കടന്നു വരാം. നമ്മുടെ കരങ്ങൾ ബലഹീനമാകുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമണ്ഡലങ്ങൾ ബലഹീനമാകുന്നു, ജ്ഞാനത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ അത് പ്രാപിക്കാൻ കഴിയാതെ വരുന്നു. ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇപ്രകാരമൊക്കെ അവസ്ഥ വരുമ്പോഴും ഏതൊരു മനുഷ്യനും, ഏതൊരു ദൈവവൈദ്യനും നിലവിളിക്കാൻ പറ്റും, ചോദിക്കാൻ പറ്റുമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുക. ദൈവത്തോട് യാചിക്കാൻ പറ്റും. കർത്താവിൻ്റെ സന്നിധി നിലവിളിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് ആ വാക്യം വ്യക്തമാക്കുന്നു. വചനം പറയുന്നു ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നവനാര്? ഒരു ചോദ്യമാണ്. ജീവിതത്തിൻ്റെ തലങ്ങളിൽ ആരാണ് ചെയ്യുന്നത്? ആരാണ് കൊടുക്കുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വചനത്തിൽ പറയുന്നത് തീൻ എത്തിച്ചു കൊടുക്കുന്ന ആരാ? എത്തിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക. ദൈവം ശക്തനാണ്. പ്രാപിക്കാൻ പറ്റാത്തത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ എത്തിച്ചു തരുക ദൈവം വിശ്വസ്തന. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞത്, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന്. ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട്. ദൈവം എത്തിച്ചു തരാൻ പോവാ. വലഞ്ഞതു മതി, അലഞ്ഞതു മതി. ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇനി നിലവിളിച്ചാൽ മതി, ദൈവത്തോട് യാചിച്ചാൽ മതി. ആ വിഷയത്തിന് പരിഹാരമുണ്ട്. ദൈവം എത്തിച്ചു തരും. ഏത് തലത്തിലാണെങ്കിലും, ഏത് കുടുംബത്തിലാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും ദൈവത്തിൻ്റെ പൈതലേ, അവിടെ നിന്നൊരു നിലവിളി മതി, അവിടെ നിന്നൊരു പ്രാർത്ഥന മതി. ദൈവം എത്തിച്ചു തരും. എത്ര ദൂരെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിലും, എത്ര അകന്നിരിക്കുന്ന മണ്ഡലങ്ങളാണെങ്കിലും ദൈവം എത്തിച്ചു തരുക. വിശ്വസ്തന. പരിശുദ്ധാത്മ പറയുന്നു തലമുറയ്ക്ക് വേണ്ടി ദൈവം എത്തിച്ചു തരും. കർത്താവ് കൂട്ടി വരുത്തും. ആ നിലയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം ശക്തിയോടെ ചലിക്കുന്ന കാലഘട്ടമാണെന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് ഇടപെടുക. പ്രാപിക്കാൻ കഴിയുന്നില്ല, നേടാൻ കഴിയുന്നില്ല, ബലഹീനമായി തീർന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട്, ശൂന്യമായിരിക്കുന്ന ജീവിത അവസ്ഥയെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു ദൂതിത ദൈവം എത്തിച്ചു തരും.
ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വേദിയിലെ ദൈവം എത്തിച്ചു തരുന്നത്, ദൈവം തരുന്നത് അത് അതിശ്രേഷ്ഠമായിരിക്കും. ദൈവം തരുന്നത് അതിമനോഹരമായിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് ആഴമായി ഇടപെടുന്നു. കർത്താവ് ചിലത് എത്തിച്ചു തരാൻ ആയിരിക്കും തലങ്ങളിൽ ഒന്ന് നിലവിളിക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ഉണർന്നു കഴിഞ്ഞ കർത്താവിൻ്റെ കരം അവിടെ ചാഞ്ഞിറങ്ങും. അതല്ലേ ഏലിയാവ് കെരീത്തിലിരുന്നപ്പോൾ ദൈവം എത്തിച്ചു കൊടുക്കുകയല്ലേ. ദൈവം കണ്ട മുഖാന്തരം വളരെ അനുഭവം, എത്ര ആർക്കും കൊടുക്കാത്ത വഴിയല്ലേ ഏലിയാവിന് വേണ്ടി ദൈവം കണ്ടത്, ദൈവം തിരഞ്ഞെടുത്തത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വൈതലേ, ദൈവത്തിൻ്റെ കയ്യിൽ വഴികളുണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിൽ വഴികളുണ്ട്. കെരീത്തിൽ എത്തിച്ചു കൊടുത്ത ദൈവം ചൂരച്ചെടിയുടെ തണലിരുന്നപ്പോഴും ദൂതൻ്റെ കരത്തിൽ ദൈവം കൊടുത്തു വിട്ടില്ലേ, എത്തിച്ചു കൊടുക്കുമല്ലേ. ദൈവത്തിൻ്റെ വൈതലേ, ഇന്നത്തെ നിരാശയുടെ ഈ ചൂരച്ചെടിയുടെ തണലിലും കർത്താവ് വിശ്വസ്തനെന്ന് ദൈവം തെളിയിക്കാൻ പോവുക. ആ മണ്ഡലത്തിൽ, ആ മേഖലയിൽ ദൈവം ദൂതനെ അയച്ചെത്തിക്കുന്നത് പോലെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത എത്തിച്ചു തരാൻ പോവുക. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവിടെ അവസ്ഥ സാഹചര്യങ്ങൾ കർത്താവ് ബലഹീനമായിരിക്കുന്നു, പ്രാപിക്കാൻ കഴിയാതെ, നേടാൻ കഴിയാതെ, ഒറ്റപ്പെടലും ശൂന്യതയുടെ തലത്തിലായിരിക്കുമ്പോൾ ദൈവം എത്തിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ വലിയേറിയ ശബ്ദം കർത്താവേ, ഇന്ന് വചനം വിടുതലായി തീരട്ടെ, ദൈവമക്കൾക്ക് വിടുതലായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. പരിശുദ്ധാത്മ തൊടുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങ് കൽപ്പിക്കുന്ന വിടുതലുകൾ, അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ വീണ്ടും അതേ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ കർത്താവേ. അപ്രകാരം ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം, സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.